ഹലോ, സുഖല്ലേ? ഇന്ന് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സ്പെഷ്യൽ കോംബോ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു സാധാരണ ദോശയും ചമ്മന്തിയല്ല. ഫുൾ വീഡിയോ കണ്ടോളൂ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണ് കഞ്ഞി ദോശ. കഞ്ഞി ദോശ എന്നോ കളിദോശ എന്നോ കളിക്കഞ്ഞി ദോശ, കൂഴുദോശ, അങ്ങനെ എല്ലാ ഇതിന് പേരുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ചെട്ടിനാട് സ്പെഷ്യൽ ഒരു റോജാപ്പൂ ചമ്മന്തി. അത് ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ മിസ് ചെയ്യാതെ കണ്ടോളൂ. സോഫ്റ്റായിട്ടുള്ളൊരു ദോശയും അതിന് എരിവുള്ള അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ട് അതിൻ്റെ തല തട്ടി കൊടുത്തിട്ട് പിന്നെ ആ വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ഈ ഉഴുന്ന് ചേർത്തി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ അളവ് കേട്ടോ. ഇത് നമുക്ക് പുളിപ്പിക്കൊന്നും വേണ്ട. അങ്ങനെ ഇത് കുതിരാൻ വേണ്ടിയിട്ടുള്ള ഒരു 1-1.5-2 മണിക്കൂർ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതൊരു 2 മണിക്കൂർ കുതിരാൻ വയ്ക്കാം കേട്ടോ. നമുക്കത് അരഞ്ഞ് കിട്ടണം, അത്രയ്ക്കും കുതിർന്ന് കിട്ടിയാൽ മതി. അത് കുതിരട്ടെ. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതിനെ നമ്മുടെ മിക്സിയിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ ഇതിൽ അരയ്ക്കുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ നമ്മളുടെ മിക്സി ജാറിലുള്ള മാവില്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാവിന്ന് ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കഞ്ഞിയാണ് ആ ദോശയുടെ സ്പെഷ്യൽ. പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നിങ്ങളിത് അറിയാമെന്ന് പറഞ്ഞിട്ട് തുടക്കം തന്നെ സ്കിപ്പ് ചെയ്ത് പോകണ്ട കേട്ടോ വീഡിയോ. അപ്പോൾ ഈ ദോശയും ചമ്മന്തിയും ഈ കോംബോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ കലക്കിയ മാവ്, ഈ അരിവെള്ളം നമുക്ക് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് കൈവിടാതെ നമ്മൾ മറ്റേ വെള്ളയപ്പത്തിനൊക്കെ കപ്പി കാച്ചില്ലേ, തരി കാച്ചില്ലേ, അതുപോലെ ഇത് നന്നായിട്ടൊന്ന് കട്ട പിടിക്കാതെ കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് കോറയൊക്കെ കുറുക്കില്ലേ, അതുപോലെ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കുറുകിയ മാവ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കളിദോശ നല്ല സ്പെഷ്യൽ ദോശയായിട്ടാവുക കേട്ടോ. അത് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചമ്മന്തി അരയ്ക്കാനുള്ള, ചട്നി അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനൊരു വലിയ സവാളയും 2 വലിയ തക്കാളിയും 2 വെളുത്തുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് തമിഴ്നാട് ചെട്ടിനാട് സ്പെഷ്യൽ ഒരു ചട്നിയാണ്. പക്ഷേ അതിന് ഒരുപാട് ഡിഫറൻസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവർ പുളിയൊക്കെ ഇട്ടിട്ട് ചേർക്കും, ഞാൻ പുളി ചേർക്കണില്ല. പിന്നെ ഞാൻ വറുത്തിടണതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണമാണ് ഇതിന്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറുതായി മുറിച്ച സവാളയോ ചെറിയ ഉള്ളിയോ, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, കടുക്, കറിവേപ്പില. ചെട്ടിനാട് സ്പെഷ്യലാവുമ്പോൾ അവർ മറ്റേ വറമുളകില്ലേ, കപ്പൽ മുളക്, അവർ വെള്ളത്തിൽ കുതിർത്ത് അതാണ് കേട്ടോ അയക്കാറ്. നമുക്ക് മുളക് പൊടി ചേർക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തിക്കോളൂ കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മുളക് പൊടി ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റി, ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടാലും മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി മിക്സും കൂടി അതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മിക്സി അരച്ചിട്ടുള്ള ആ കലക്കിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം പോലെ ആക്കിയിട്ട് എന്നിട്ട് അതിനെ നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി വെള്ളം കൂട്ടി കലക്കി എടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോഴാണ് ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ള് കായപ്പൊടി ചേർക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ. നമ്മളുടെ ചമ്മന്തി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി വെള്ളം വറ്റട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി വെക്കാം. ഇതൊന്ന് വെള്ളം വറ്റിയാൽ നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കഞ്ഞി ചൂടാറി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം, കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾക്ക് കോറ കുറുക്കില്ലേ, അതുപോലെ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് ഈ കഞ്ഞി കുറുക്കി വെച്ചിരിക്കുന്നത് കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ബ്രാഹ്മിൻ ഡിഷാണ്. അത് തമിഴ്നാട്ടിലും പാലക്കാടും എല്ലാം യൂസ് ചെയ്യണ ഒരു പഴയകാല ദോശയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഇപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ നന്നായിട്ട് ചട്ടി നോക്കും നന്നായി തിളച്ച് വറ്റി കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റോജാപ്പൂ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ കൊണ്ടാണ് അത്ര ഇതിന് ഈ പേര് വന്നത്. പക്ഷേ നല്ല ടേസ്റ്റിയുമാണ്. ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സൂപ്പറാണ്.
അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പണ്ട് ഉള്ളവർ പുറത്തുനിന്ന് അകത്തേക്കാണ് ഈ ദോശമാവ് ഒഴിച്ച് പരത്തിയിരുന്നത്. പക്ഷേ എനിക്കിത് ഇത്രയ്ക്ക് ഈസി ആയിട്ട് തോന്നുന്നില്ല. നമ്മൾ സാധാരണ മാവൊഴിച്ച് പരത്തണ മാതിരി ഇതുപോലെ നമ്മുടെ നോർമൽ നമ്മളെങ്ങനെ ദോശ പരത്തുക അതേമാതിരിയാണെങ്കിലും ഇത് നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പരത്തിയെടുത്തത് കേട്ടോ. ഈ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ള നെയ്യ് ഒഴിച്ചിട്ടൊക്കെ ഇതിനെ നന്നായിട്ടൊന്ന് ചുട്ടെടുത്തോളൂ കേട്ടോ. ഈ ദോശയ്ക്ക് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്, അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കി നോക്കൂ, നല്ല രസമാണ്. അപ്പോൾ ഇത് നമ്മുടെ ദോശ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് നോക്കാം. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ലേ പച്ചരിയാണോ അങ്ങനെ വടി പോലെ നിൽക്കുമോ? ഇല്ല, ഭയങ്കര സോഫ്റ്റാണ് ഈ ദോശ. അതാണ് ഈ ദോശയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല സുഖമാണെന്ന് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം നല്ലൊരു കാസറോളിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇത് അതേപോലെ സോഫ്റ്റായിട്ടിരിക്കും ഈ ദോശ. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ സമയം ഇല്ല എന്നുള്ള സമയത്ത് ഇത് ഒന്നിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ദോശയും നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കളി ദോശ അല്ലെങ്കിൽ കൂളു ദോശ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കഞ്ഞി ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റോസാപ്പൂ ചമ്മന്തി റെഡി ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കൂ. ഞാൻ കഴിച്ചു നോക്കിയിട്ടോ, നല്ല രസമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളും കഴിച്ചു നോക്കൂ, കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും. ഓക്കെ, ബൈ.